കാലങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലവേദനയായ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ 4-ാം നമ്പർ പൊസിഷനിൽ ബാറ്റ് വീശാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആത്മവിശ്വാസത്തിൽ പറയുന്നൊരു താരം. തനിക്ക് യുവരാജിനെ പോലെയാകണമെന്ന് പറയുക മാത്രമല്ല, ബാറ്റ് കൊണ്ട് താൻ അതിന് യോഗ്യനാണെന്ന് തെളിയിക്കുന്ന താരം. തന്റെ ബിഗ് ഹിറ്റിംഗ് മികവ് കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ നെക്സ്റ്റ് ബിഗ് തിങ് താൻ തന്നെയാണെന്ന് തെളിയിക്കുന്ന താരം അഭിഷേക് ശർമ്മ. IPL 2024 പ്രകടന മികവ് കൊണ്ട് കയ്യടി നേടുകയാണ് ഹൈദരാബാദിന്റെ 23-കാരനായ ഈ യുവതാരം. പഞ്ചാബിൽ നിന്നുള്ള അഭിഷേക് ശർമ്മ 2024 സീസണിൽ 12 മത്സരങ്ങളിൽ നിന്ന് 401 റൺസ് ഇതിനോടകം നേടിക്കഴിഞ്ഞു. അതും 205.64 എന്ന അതിശക്തമായ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനശേഷിയിൽ. ഈ അക്രമോത്സുക ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഇന്ത്യയുടെ നെക്സ്റ്റ് ബിഗ് തിങ്സിൽ ഒരാളെന്ന വിശേഷണം ഇപ്പോഴേ അഭിഷേക് സ്വന്തമാക്കാനുള്ള കാരണം. 2018 സീസണിൽ ഡൽഹി കുപ്പായത്തിലാണ് താരം IPLന്റെ വലിയ വേദിയിൽ ആദ്യമായി എത്തുന്നത്. അരങ്ങേറ്റ IPL മത്സരത്തിൽ തന്നെ താൻ എന്താണെന്ന് കൃത്യമായി ലോകത്തോട് വിളിച്ചു പറയാൻ അഭിഷേക് ശർമ്മയ്ക്ക് കഴിഞ്ഞു. IPLലെ ആദ്യത്തെ മത്സരത്തിൽ 19 പന്തിൽ 46 റൺസ് നേടി താരം വരവറിയിച്ചു. 2019 ഹൈദരാബാദിന്റെ ഭാഗമായ താരം 2022 സീസണിൽ തന്റെ പ്രകടന മികവ് തുറന്നു കാണിച്ചു. 14 മത്സരങ്ങളിൽ നിന്ന് 426 റൺസാണ് അന്ന് താരം നേടിയത്. അഭിഷേക് ശർമ്മ ഈ 2024 സീസണിൽ 426 റൺസ് എന്ന ഒരു സീസണിലെ തന്റെ റൺ നേട്ടം മറികടക്കുമെന്ന് ഉറപ്പാണ്. ട്രാവിസ് ഹെഡിനൊപ്പം ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്ന അഭിഷേക് നിലയുറപ്പിക്കാൻ സമയമെടുക്കാതെ ആദ്യ പന്ത് മുതൽ ആക്രമിക്കാനും ബൗണ്ടറി കണ്ടെത്താനും കെൽപ്പുള്ള താരം തന്നെയാണ്. ഇത്തവണ T20 ലോകകപ്പിനുള്ള ടീമിൽ ഇടം പിടിച്ചില്ലെങ്കിലും കൂടുതൽ അനുഭവങ്ങളും പ്രകടന മികവും ഉണ്ടായി താരം വരും കാലങ്ങളിൽ ഇന്ത്യൻ കുപ്പായത്തിൽ അടയാളപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. ബാറ്റിംഗ് മികവ് കൊണ്ട് യുവരാജിനെ അനുസ്മരിപ്പിക്കുന്ന കളിക്കാരനാണ് അഭിഷേക് എന്ന് പല വിദഗ്ധരും ഇതിനോടകം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. യുവരാജ് സിംഗിന്റെ ശിഷ്യൻ കൂടിയാണ് അഭിഷേക് ശർമ്മ. 6 മാസത്തിനുള്ളിൽ ഇന്ത്യൻ സീനിയർ ടീമിന്റെ ഭാഗമായി അഭിഷേക് മാറുമെന്ന് യുവരാജ് സിംഗ് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു. റിസർവ് താരമായെങ്കിലും അഭിഷേക് ശർമ്മയെ ഇന്ത്യൻ T20 ലോകകപ്പിനുള്ള ഇത്തവണത്തെ ടീമിൽ എടുക്കണമെന്നായിരുന്നു ഹർഭജൻ സിംഗ് പറഞ്ഞത്. 16 പന്തിൽ 50 റൺസ് അടിച്ച് ഈ IPLലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കാൻ അഭിഷേകിനായിരുന്നു. 28 പന്തിൽ 75 റൺസ് നേടി ലക്നൌവിനെതിരെ 10 വിക്കറ്റ് വിജയത്തിലേക്ക് ടീമിനെ നയിക്കാനും അഭിഷേകിനായി. നിലവിൽ ഈ സീസണിൽ കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ 11ാമതാണ് താരം. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും മികവ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നപ്പോഴും വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് ചിലപ്പോഴൊക്കെ വലിയ സ്കോറുകൾ താരം നേടാതെ പോയിരുന്നു. പക്ഷേ ഇത്തവണ വലിയ ഇന്നിംഗ്സുകൾ തന്നെ താരം കളിക്കുന്നു. സ്ഥിരതയില്ലായ്മ ഇടയ്ക്ക് പ്രശ്നമായി പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളെയും താരം മറികടന്നു എന്നത് ആവേശം നൽകുന്ന കാഴ്ച തന്നെയാണ്. പവർ പ്ലേയിൽ സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേടാനാകുന്നു എന്നത് അഭിഷേകിന്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അഭിഷേക് നിലവിൽ 2024 IPLൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരം തന്നെയാണ്. യുവരാജ് സിംഗിന് പകരക്കാരനായി 4-ാം നമ്പറിൽ കളിക്കുന്ന ഒരു വെടിക്കെട്ട് ബാറ്റർ അത് ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്നും അഭിഷേകിലൂടെ ആ സ്വപ്നം പൂർത്തിയാകുമെന്നും പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.